പെരിങ്ങോട്ടുകര കിഴക്കുമുറി ശലാക ശിപായിമുക്ക് ഓണാഘോഷം 2025 ആഘോഷിച്ചു. ചലച്ചിത്ര സംവിധായകൻ ഷൈജു അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ഭയങ്കര പ്രസക്തിയാണ് ഇപ്പോൾ. ഈ അടുത്ത് ഞാൻ വായിച്ച ഒരു കഥയുണ്ട്. കഥയെല്ലാം നടന്ന ഒരു ഇൻസിഡന്റ് ആണ്. അത് ഇത്രയായിരുന്നു. വഴിവെക്കിൽ ട്രാൻസ്ഫോമറിന്റെ അടുത്തൊരു പോസ്റ്റിൽ ഒരു കുറിപ്പ് എഴുതി വെച്ചിട്ടുണ്ട്. ആ കുറിപ്പ് ഇങ്ങനെയാണ്: ഞാൻ 70 വയസ്സുള്ള ഒരു സ്ത്രീയാണ്. എനിക്ക് കാഴ്ച കുറവാണ്. എൻ്റെ ഒരു 50 രൂപ ഇവിടെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ എൻ്റെ വീട്ടിലേക്ക് എത്തിക്കണം. അംഗനവാടിയുടെ പുറകിലാണ് എൻ്റെ വീട്. ഇത്രയേ ഉള്ളൂ ആ കുറിപ്പ്. നമ്മളീ പറയുന്ന ന്യൂജൻ അല്ലെങ്കിൽ ജെൻസി എന്ന് വിളിക്കുന്ന ഒരുത്തൻ പയ്യൻ ബൈക്കിൽ പോകുന്നു, ഇത് കാണുന്നു, ഈ അംഗനവാടി വീട് അന്വേഷിച്ച് ആ വീട്ടിൽ ചെല്ലുന്നു. വീട്ടിൽ ചെല്ലുമ്പോൾ പ്രായമായ ഒരു അമ്മാമ്മ, 70 വയസ്സുള്ള ഒരു അമ്മാമ്മ ഇറങ്ങി വരുന്നു. അപ്പം പറഞ്ഞു, അമ്മാമ്മയുടെ 50 രൂപ എനിക്കാണ് കിട്ടിയത്, ഞാൻ അത് കൊണ്ടുതരാനായിട്ട് വന്നതെന്ന് പറഞ്ഞു. അപ്പം അമ്മാമ്മ പറഞ്ഞു, മോനെ, 52ാമത്തെ ആളാണ് നീ. ഇപ്പോൾ ഈ 50 രൂപയും കൊണ്ടുവരുന്ന 52ാമത്തെ ആള് ആണ് നീ. പ്രസിഡന്റ് ധന്യ സ്വനേഷ് അധ്യക്ഷയായി. രാഷ്ട്രപതിയുടെ സേവാ മെഡൽ ജേതാവും തൃശൂർ ACPയുമായ സലീഷ്യൻ ശങ്കരൻ വിശിഷ്ടാതിഥിയായിരുന്നു. കാനാടിക്കാവ് മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതി സ്വാമി, പെരിങ്ങോട്ടുകര ശ്രീനാരായണ ആശ്രമത്തിലെ ദിവ്യ ദന്തഗിരി, താന്യം പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണും വാർഡ് മെമ്പർമാരായ ഷീജ സദാനന്ദൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. ചടങ്ങിൽ വൃദ്ധജനങ്ങൾക്കും കിടപ്പുരോഗികൾക്കും സഹായം നൽകി. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ആദരിച്ചു. സെക്രട്ടറി റോഷ് TR, ട്രഷറർ മിനി ബാബു, സദാനന്ദൻ കുണ്ടായിൽ, സലീഷ് കരിപ്പാറ, സോനീഷ് വേളേക്കാട്ട്, ശിവജി കൈപ്പുള്ളി, രാജു ചുള്ളിയിൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് കിഷോർ അന്തിക്കാടിന്റെ സാക്സോഫോൺ മ്യൂസിക് പ്രോഗ്രാമും ആലിങ്ങലമ്മ അവതരിപ്പിച്ച വീരനാട്യവും മറ്റു ഓണാഘോഷ കലാപരിപാടികളും നടന്നു.